മുഗൾ ചക്രവർത്തി ജഹാംഗീർ തന്റെ ഭാര്യ നൂർജഹാന് നൽകിയ മാല എങ്ങനെ മാർഗോട്ട് റോബിയുടെ കഴുത്തിലെത്തി? താജ്മഹൽ ഡയമണ്ട് സെറ്റ് എന്നറിയപ്പെടുന്ന ഹാർട്ട് ഷേപ്പിലുള്ള ആ മാല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹോളിവുഡ് നടി മാർഗോട്ട് റോബി ധരിച്ചെത്തിയപ്പോഴാണ് അത് വീണ്ടും ചർച്ചാ വിഷയമാകുന്നത്. ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ മറ്റോ അടിച്ചോണ്ട് പോയ താജ്മഹൽ ഡയമണ്ട് സെറ്റിലെ മാല ഇപ്പോൾ മുൻകാല ഹോളിവുഡ് നടിയും ഐക്കണുമായ എലിസബത്ത് ടെയ്ലറുടെ പേരിലാണ് അറിയപ്പെടുന്നത്. കുറച്ച് ദിവസം മുമ്പ് വരെ എക്സിലും റെഡിറ്റിലുമായി ഇന്ത്യക്കാരുടെ പ്രധാന ചർച്ച അതിനെക്കുറിച്ചായിരുന്നു. എന്താണ് ആ മാലയുടെ പ്രത്യേകത? അതെങ്ങനെ മുഗളന്മാരുടെ കയ്യിൽ നിന്ന് അമേരിക്കയിലെത്തി? നോക്കാം. ബാർബി, വൂൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ്, സൂയിസൈഡ് സ്ക്വാഡ് എന്നീ സിനിമയിലൂടെ പ്രേക്ഷകർക്ക് പരിചിതമായ ഒരു നടിയാണ് മാർഗോട്ട് റോബി. റിലീസ് ചെയ്യാനിരിക്കുന്ന വൂദറിംഗ് ഹൈറ്റ്സ് എന്ന സിനിമയുടെ വേൾഡ് പ്രീമിയറിലാണ് താരം ലക്ഷറി ബ്രാൻഡ് ഷാപ്പറിലിയുടെ കസ്റ്റമൈസ്ഡ് ഗൗണിനൊപ്പം പ്രസിദ്ധമായ താജ്മഹൽ ഡയമണ്ട് മാലയും ധരിച്ചെത്തിയത്. 2023 ഇറങ്ങിയ ബാർബി സിനിമയുടെ റിലീസിന് മുമ്പ് നടന്ന പ്രസ് ടൂറിൽ ബാർബി ഇൻസ്പയർഡ് ഔട്ട്ഫിറ്റ്സിലെത്തി താരം വാർത്തകളിൽ നിറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ ചിത്രത്തിന്റെ പ്രസ് ടൂറിൽ താരത്തിന്റെ ഫാഷൻ മൊമെന്റ്സിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ. 1800കളിൽ വിഖ്യാത ഇംഗ്ലീഷ് എഴുത്തുകാരി എമിലി ബ്രോഞ്ചെ എഴുതിയ നോവലാണ് വൂദറിംഗ് ഹൈറ്റ്സ്. അതിനെ ആസ്പദമാക്കി റിലീസാകുന്ന ഡാർക്ക് ഗൊത്തിക് ജോണറിലുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ വിക്ടോറിയൻ ടച്ചുള്ള വേഷങ്ങളും ആക്സസറീസുമായിരുന്നു മാർഗോട്ടിന്റേത്. മുഗൾ ചക്രവർത്തി ജഹാംഗീർ ഭാര്യയായ നൂർജഹാൻ സമ്മാനിച്ച മാലയാണ് ഈ പറയുന്ന താജ്മഹൽ ഡയമണ്ട് നെക്ലസ്. അതിന്റെ ലോക്കറ്റിൽ പാഴ്സി ഭാഷയിൽ ഇസ്ലാമിക വർഷത്തോടൊപ്പം നൂർജഹാൻ ബീഗം ബാദ്ഷാ എന്ന് രേഖപ്പെടുത്തിയതിനൊപ്പം സ്നേഹം അനശ്വരമാണ് എന്ന് കൊത്തിവെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പോഴും ഈ ചിത്രങ്ങളിൽ കാണാം. പിന്നീട് ഇത് ഷാജഹാൻ ചക്രവർത്തിയുടെ കയ്യിലെത്തിയപ്പോൾ അദ്ദേഹം തന്റെ ഭാര്യ മുംതാസിന് സമ്മാനിക്കുകയായിരുന്നു. അങ്ങനെയാകണം താജ്മഹൽ ഡയമണ്ട് എന്ന പേര് ലഭിച്ചത്. ഇത് കാർട്ടിയെ എന്ന ഫ്രഞ്ച് ലക്ഷറി ബ്രാൻഡ് സ്വന്തമാക്കിയതിനു ശേഷമുള്ള വിവരങ്ങൾ മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. പരമ്പരാഗത ഇന്ത്യൻ പട്ടുനൂലിൽ നിർമ്മിച്ച ഈ മാല ഡിസൈനർ ആൽഫ്രഡ് ഡ്യൂറന്റ് ഗോൾഡും റൂബിയും ചേർന്ന ചെയിനിൽ മാറ്റി നിർമ്മിച്ചു. 1972 വിഖ്യാത ഹോളിവുഡ് നടി എലിസബത്ത് ടെയ്ലറിന്റെ 40ാം പിറന്നാളിന് സമ്മാനമായി നൽകാൻ കാർട്ടിയയിൽ നിന്ന് നടിയുടെ ഭർത്താവും ഹോളിവുഡ് നടനുമായ റിച്ചർഡ് ബർട്ടൺ സ്വന്തമാക്കുകയായിരുന്നു. പിന്നീട് ഇത് എലിസബത്ത് ടെയ്ലറുടെ പേരിൽ അറിയപ്പെടുകയാണ് ഉണ്ടായത്. അവരുടെ മരണശേഷം ലേലത്തിൽ വെച്ച മാല പിന്നീട് കാർട്ടിയെ തന്നെ 74 കോടി രൂപയ്ക്ക് വീണ്ടും സ്വന്തമാക്കി. വരുന്ന ഫെബ്രുവരി 13 റിലീസ് ചെയ്യുന്ന വൂദറിംഗ് ഹൈറ്റ്സ് എന്ന ചിത്രത്തിന്റെ പ്രസ് ടൂറിൽ മാർഗോട്ട് റോബി ഈ മാല അണിഞ്ഞതാണ് വീണ്ടും ഇത് ജനശ്രദ്ധയിലേക്ക് എത്തിയത്. അമേരിക്കൻ മാധ്യമങ്ങളിൽ ഇത് എലിസബത്ത് ടെയ്ലറിന്റെ ഐതിഹാസികമായ നെക്ലേസ് എന്ന പേരിൽ എത്തിയതാണ് ഇന്ത്യക്കാരെ ചൊടിപ്പിച്ചത്. എക്സിലും റെഡിറ്റിലുമായി നൂർജഹാൻ എപ്പോഴാണ് എലിസബത്ത് ടെയ്ലർ ആയത്? ഇന്ത്യ സമ്മാനിച്ചതല്ല, മോഷ്ടിച്ചത് എന്ന പേരിൽ കമന്റ്സിൽ ഒരു യുദ്ധ സമാന അന്തരീക്ഷമായിരുന്നു. ഇന്ത്യക്കാർ നൂർജഹാന്റേതെന്നും അമേരിക്കൻസ് എലിസബത്ത് ടെയ്ലറുടേതെന്നും വിശേഷിപ്പിക്കുന്ന മാല പരമ്പരാഗത ഇന്ത്യൻ ആഭരണ കലയുടെ വൈദഗ്ധ്യമാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത്. ചിത്രത്തിൽ കഥാപാത്രങ്ങളായ കാത്തിയും ഹീത്ക്ലിഫും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ ആഴം കൂടി അടയാളപ്പെടുത്താനാകും മാർഗോട്ട് ഈ മാല വേൾഡ് പ്രീമിയറിനായി തിരഞ്ഞെടുത്തത്. ലവ് ഈസ് എവർലാസ്റ്റിംഗ് എന്ന് കൊത്തിവെച്ച മാലയ്ക്ക് ഇനിയും നൂറ്റാണ്ടുകൾ കൈമറിഞ്ഞ് സ്നേഹം അടയാളപ്പെടുത്താനാകട്ടെ.